നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നമ്മള് ബി.ജെ.പി. നേതാവ് ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ ഓസി എന്ന സ്ഥാപനത്തിന്റെ നടന്ന തട്ടിപ്പിനെ കുറിച്ച് നമ്മളൊരു കാര്യം ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷെ ഇന്നലെ പല ചാനലുകളിലും ഈ അല്ലെങ്കിൽ ഇവര് തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ആ സ്ഥാപനത്തിലെ 3 പെൺകുട്ടികൾ ഇന്നലെ വന്ന് ചാനലിലൊക്കെ അങ്ങ് മെഴുകുകയായിരുന്നു. കാര്യം അവരെ ജാതി പറഞ്ഞ് ഇതാക്കി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ കൃഷ്ണകുമാറിന്റെ കുടുംബം തന്നെ കൃഷ്ണകുമാർ നായര്, ഭാര്യ ഈഴവ, മരുമകൻ രാമൻ, അങ്ങനെ മിക്സഡ് ഫാമിലിയാ. അതൊന്നും അവിടെ വിലപ്പോയില്ല. ഇപ്പോൾ അവര് ഏറ്റവും ഇതായിട്ട് ഈ കുറ്റം ആരോപിക്കപ്പെടുന്ന ഈ ലേഡീസിനെ വെച്ചുകൊണ്ട് അവരൊരു വീഡിയോ എടുത്തു വെച്ചിരുന്നു. അതേതായാലും നന്നായി. 69 ലക്ഷം രൂപയാണ് ആ സ്ഥാപനത്തിൽ നിന്ന് തട്ടിയത്. പക്ഷെ അതിനകത്ത് ഈ 69 ലക്ഷം രൂപ പോകുമ്പോൾ ഇത്രയും നാൾ ഇവര് CC ക്യാം അവിടെ ഉണ്ടെന്ന് പറയുന്നു, മറ്റ് എന്തെങ്കിലുമൊക്കെ കണക്കിലെ അന്തരം കാണുമ്പോൾ ഇവരെന്തുകൊണ്ട് ഇത് കണ്ടുപിടിച്ചില്ല എന്നുള്ള ഒരു ചോദ്യം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. എന്തായാലും ശരി, നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. നിങ്ങൾ ഇതിൽ നിന്ന് എത്ര കാശ് ഉണ്ടാക്കി? കാരണം നിങ്ങൾ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത നിങ്ങളെ നമ്മളെങ്ങനെ വിശ്വസിക്കാൻ? മനസ്സിലായില്ലേ? അതായത് വിശ്വസിച്ചിട്ടില്ല. കാരണം ഓസിയുടെ ഒരു മാസം ബിസിനസ്സിന് എത്ര കിട്ടുന്നത് നിങ്ങൾക്ക് പറയാം, നമുക്കും അറിയാം. അതിന്റെ പകുതിയാണ് 5 ലക്ഷം. നിങ്ങൾ എത്ര വർഷം മുമ്പ് ഇത് ആദ്യം ചെയ്തത്? എത്ര നാള് മുമ്പാണ് നിങ്ങൾ ഈ മോഷണം? ഇവര് ഈ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം ഈ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് ഇവര് ഇത്രയും രൂപ പോകുമ്പോൾ തട്ടിക്കൊണ്ടുപോയ ബലാത്കാരമായി ചിലപ്പോൾ ഇവരെ പിടിച്ചു വെച്ച് കാണും. അതിനകത്ത് ഒരു ഇത്രയും രൂപ പോകുന്നതിന്റെ വിഷമം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ അതൊരു തട്ടിക്കൊണ്ടുപോലും ഒരു ജാതി പറഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ള രീതി കേസിന്റെ വഴി മാറ്റാൻ വേണ്ടിയുള്ള ഒരു ശ്രമം മാത്രമാണ്. ഇവരെ 8,80,000 രൂപ ഈ പിടിച്ചിരുത്തിയ സമയത്ത് തന്നെ കൊണ്ടു കൊടുത്തു എന്ന് പറയുന്നു. അപ്പോൾ ഇത് പോലീസ് ഇടപെട്ട് കഴിഞ്ഞു. ഇപ്പം സ്കാനർ വെച്ചാണ് ഇത് പോയിട്ട്, ഒന്നേൽ ഫോൺ പേ അല്ലെ ഗൂഗിൾ പേയിലായിരിക്കും ഇത് ക്രെഡിറ്റ് ആയിട്ടുള്ളത്. ഈ എമൗണ്ട് പോലീസ് വിചാരിച്ചു കഴിഞ്ഞാല് വെറും 1 മണിക്കൂർ കൊണ്ട് ഈ കേസ് എത്ര രൂപ ഇവരെടുത്തു, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലെ എക്സാക്ട് എമൗണ്ട് എന്താണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവര് ഈ സ്റ്റാഫ് പറയുന്ന ഇവര് നികുതി വെട്ടിപ്പിന് വേണ്ടി ഇവരുടെ ഇത് കൊടുത്തു. അപ്പൊ അതൊക്കെ ഒരു വേറെ രീതിയിൽ കേസിനെ തിരിച്ചുവിടും. ഇവര് നടത്തിയ കള്ളം തന്നെ. അതിപ്പോ 1 രൂപയായാലും 1 ലക്ഷമായാലും കള്ളം ചെയ്ത ഗ്രൂപ്പാണ് ഈ 3 പേര്. അവര് അവരുടെ ഭർത്താക്കന്മാരോടെ ചേർന്നിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്തായാലും ശരി, ഇതിന്റെ പിന്നിലൊരു പ്ലാൻഡ് സ്കാമാണ് ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ളത്. ഇവർക്ക് ഈ ലേഡീസിന് മാത്രം ഈ ഇത്രയും ധൈര്യം, ഇത്ര എമൗണ്ടിലൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ശരി, പോലീസ് ഇപ്പോഴും എന്താണിത് ഇങ്ങനെ ഇതിനെക്കുറിച്ചൊന്നും പറയാത്ത എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ട്. അരുൺ സിംഗ് ചേർന്നു. അരുൺ, ഈ കേസിൽ എന്തായാലും ശരി, ഈ കഴിഞ്ഞ 24 മണിക്കൂറുകളായി കേരളത്തിൽ ഇതൊരു ചർച്ചാ വിഷയമാണ്. പ്രത്യേകിച്ച് കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി ഒരു നടനിലുപരി ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ കൂടെ നിൽക്കുമ്പോൾ അതിന് വേറൊരു സ്വഭാവം അതിന് വന്നു പോകും. സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ അത്രയും ഉണ്ടാകത്തില്ല. പക്ഷെ നമ്മൾ ഇതിനെ രാഷ്ട്രീയം ഒന്നും ഇതിനകത്ത് വലിച്ചടക്കേണ്ട ആവശ്യമില്ല. ഒരു സ്ഥാപനത്തിനെ എങ്ങനെ നമ്മളിവിടെ വളർത്തിക്കൊണ്ടുവരുന്നത് നമുക്കറിയാം. അതിന്റെ പിന്നിലേക്ക് എത്രത്തോളം പ്രയത്നം ഉണ്ടെന്നുള്ളത്. പക്ഷെ ആ സ്ഥാപനം നശിപ്പിക്കാൻ ഒരു സ്ഥാപനത്തിലെ 3 പേരും കൂടെ ചേർന്നിട്ട് അതിന് ജാതി വെറിയുടെയൊക്കെ പേര് പറഞ്ഞ് ഈ കേസിന്റെ വഴി തിരിച്ചുവിടാനുള്ള ശ്രമമാണ് നടന്നത്. ഇന്നലെ 24-ൽ കൃഷ്ണകുമാർ തന്നെ വന്നിരുന്നൊരു ചർച്ച ഉണ്ടായിരുന്നു. കൃഷ്ണകുമാർ പറയുന്ന ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് വളരെ ഈസിയാണ് പോലീസിന് എടുക്കാൻ. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം. പോലീസ് ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റ് ഇവരുടെ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര രൂപ വന്നിരിക്കുന്നു, പോയിരിക്കുന്നു, ആർക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു, ഇത് മാത്രം നോക്കിയാൽ മതി. പിന്നെ ടാക്സിന്റെ പ്രശ്നം അത് ഞങ്ങളുടെ ഓഡിറ്റർ കൊടുത്തോളും. അവരും കൊടുക്കട്ടെ. അവർ ഇത്രയും രൂപ എടുത്തിട്ട് അവരും കൊടുക്കണ്ടേ? അവരുടെ ഇതിൽ നിന്ന് ഞങ്ങളുടെയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ടാക്സിന്റെ പേര് പറഞ്ഞ് ഒരു ഭീഷണി.
നമുക്ക് എല്ലാവർക്കും അറിയാം. ടാക്സ് ഒക്കെ കുറെയൊക്കെ ഇപ്പൊ GST ഒക്കെ ഉണ്ട്. ഓൺലൈൻ ത്രൂ നടക്കുന്ന ബിസിനസ്സിനൊക്കെ അത് GST അത് ഒന്നും കള്ളം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കുറെയൊക്കെ ടാക്സ് ഒക്കെ പോകും. അത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, നഗ്നമായ സത്യങ്ങളാണ്. എല്ലാം ടാക്സ് കൊടുത്തൊന്നും അല്ലല്ലോ ഇവിടെ ഈ രാജ്യത്ത് പോകുന്ന കാര്യങ്ങൾ. കൃഷ്ണകുമാറിന്റെ സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ അല്ല, കേരളത്തിലല്ല, ഇന്ത്യ മൊത്തം അങ്ങനെയാ പോകുന്നത്. ആ ഒരു പ്രവണത അത് തുടങ്ങിക്കട്ടെ. ഇതിപ്പം കേസ് ഇവര് ഈ വീഡിയോ എടുത്തു വെച്ചതും മറ്റു കാര്യങ്ങളും ഇതിനിടയ്ക്ക് പറഞ്ഞ ചില വോയിസുകളാണ് ഇന്നലെ പല ചാനലുകളിലും കൃഷ്ണകുമാർ ഭീഷണിപ്പെടുത്തി അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞൊക്കെ ഉള്ള രീതിയിലേക്ക് കേസ് വഴിതിരിച്ചു വിടുന്ന രീതിയിലേക്ക് ചാനൽ ചർച്ചകൾ പോലും പോകുന്ന ഒരു കാഴ്ച ഇന്നലെ ഉണ്ടായി. എവിടെയെങ്കിലും, കാരണം അത്യാവശ്യം കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടി തന്നെ മക്കളെ വളർത്തിയത്. അതുകൊണ്ട് ഞാൻ ഈ മക്കൾ പോലും ഒരിടത്ത് പോയിട്ടും ഒരു തെറ്റായ പ്രവൃത്തി ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. അത്രമാത്രം പ്രഷർ അവർക്ക് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ സ്ത്രീയാണ്, നിങ്ങൾക്കറിയാം നാട്ടിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഈ സംഭവം കഴിഞ്ഞ ദിവസം ഞങ്ങൾ രാത്രി വരുമ്പോൾ മോൾ ഓടിച്ചുകൊണ്ടുവന്ന കാറിനെ തടഞ്ഞു നിർത്തി ഒരുത്തൻ ചീത്ത വിളിക്കുക. അതിൻ്റെ വീഡിയോ ഉണ്ട്. ഇതൊന്നും ഞങ്ങൾ പുറത്തോട്ട് വിട്ടിട്ടില്ല. ഞങ്ങൾ പോലും ഇന്നത്തെ ദിവസം ഈ മാധ്യമങ്ങളോട് ഒരു അക്ഷരം ഇന്നെത്തിയതുവരെ ഞങ്ങൾ മിണ്ടിയിട്ടില്ല. ഇന്നിത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പത്രമാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഈ വാർത്ത വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ വന്നത് പ്രകാരമാണ് പിന്നെ ഞങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യണം. കാരണം ഞങ്ങൾക്കിതിൽ ആരോപണം വരുമ്പോൾ ഇന്ന് ഞങ്ങൾ ആരും അറിയാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, ഇത് 6 പേരെയും തിരിച്ചറിയാവുന്നവരാണ്. ഞങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യണം. എനിക്ക് ഏതായാലും ഈ 3 സ്ത്രീകൾ ചെയ്തത് അങ്ങേറ്റം തെറ്റാണ്. അത് ഇനിയിപ്പം ഈ 8 ലക്ഷത്തി സംതിങ് തിരിച്ചു കൊടുത്തു എന്ന് പറയുന്നു. ബാക്കി ഇപ്പോൾ തന്നെ ബാക്കി ഒരു 50-60 ലക്ഷം രൂപയോളം ബാക്കി കിടക്കുകയാണ്. അതിന്റെ സ്ഥിതി എന്താണെന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അത് കേസും കോടതിയും കാര്യങ്ങളും ഒക്കെ പോകത്തേ ഉള്ളൂ. കാര്യം എന്തായാലും ഈ സ്ഥാപന ഓസിക്ക് ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇനിയും ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ ഈ CC ക്യാം വെച്ച് കഴിഞ്ഞാൽ എല്ലാം ആയി എന്നുള്ള, അതുപോലെ സ്കാനർ ഇത് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ഇതിൽ പേയ്മെന്റ് നടക്കും എന്നുള്ള ധാരണയാണ് ഇന്ന് കേരളത്തിലെ മാറിയിരിക്കുന്നത്. ഇത് തന്നെ ഇപ്പൊ കേരളത്തിലെ പല സ്ഥാപനങ്ങളിലും ഇതുപോലെ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ ചിലപ്പോൾ കാണും. പക്ഷെ ചെയ്യുന്നവർക്കൊക്കെ ഒരു താക്കീതും സ്ഥാപനം നടത്തുന്നവർക്കുള്ള ഒരു എന്താണ് ഒരറിവ് കൂടിയാണ്. ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഇങ്ങനൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് പൂർണ്ണമാകുന്നില്ല, അത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.